ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മുടെ നായകൻ എൻ്റർ ആയിരിക്കുകയാണ്. എന്തായാലും അവന്റെ കാമുകിയായിട്ടുള്ള ശ്രീദേവിയെ ഒരു അപകടത്തിലൂടെ നഷ്ടപ്പെടുകയും അതിന്റെ ഓർമ്മയിൽ അവൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനന്തുവിന്റെ വീട്ടിലേക്കാണല്ലോ മീനാക്ഷിയും കുടുംബവും എത്തിച്ചേർന്നിരിക്കുന്നത്. അനന്തുവും മീനാക്ഷിയുടെ കഥകളെക്കുറിച്ച് അറിയുന്നുണ്ട്. അവനാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ മീനാക്ഷിയോട് ചോദിക്കുകയാണ്. മീനു ആണെങ്കിൽ നടക്കാൻ പോകുന്ന സംഭവത്തെക്കുറിച്ചൊക്കെ തന്നെ പറയുന്നുണ്ട്. അതായത് കല്ലുമളി വിട്ടുകൊടുക്കാനായിട്ട് തനിക്ക് സാധിക്കില്ല എന്നൊക്കെ. ഈ സമയം ശ്രീദേവിയെ മറക്കണം, മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് പോകണമെന്നും നമ്മുടെ മീനു ആണെങ്കിൽ തിരിച്ച് ഉപദേശിക്കുകയാണ്. അങ്ങനെ അനന്ത് ചോദിക്കുന്നുണ്ട് മീനാക്ഷിയോട്, നീ നിന്റെ കുഞ്ഞിനെ മുകുന്ദൻ സാറിന് കൊടുത്താലും എന്നേക്കുമായിട്ട് മറക്കുമോ എന്ന്. അതില്ലെന്നിങ്ങനെ മീനാക്ഷി പറയുകയാണ്. അതുപോലെ നീ നിന്റെ കുഞ്ഞിന്റെ അച്ഛനെ എന്താ വിളിക്കുന്നതെന്ന് മേനോൻ സാർ എന്നല്ലേ, അയാളെ നിനക്ക് നിന്റെ ജീവിതത്തിൽ നിന്ന് മറക്കാൻ കഴിയുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മീനാക്ഷിക്കാണെങ്കിൽ ഉത്തരവില്ല. നീ അനുഭവിക്കുന്ന വേദന അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്ന വേദന അത് എന്നിൽ നിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ട് എല്ലാവരുടെ വേദനയും എല്ലാവർക്കും ഓരോ ദുഃഖങ്ങളാണ് സമ്മാനിക്കുന്നത് എന്നൊക്കെ അനന്ത് മീനാക്ഷിയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. പിന്നീട് കഴിക്കാനിരിക്കുന്ന സമയത്ത് പ്രസന്നയാവട്ടെ ചിറ്റ പറഞ്ഞത് അനന്തുവിനെ ഒന്ന് ഉപദേശിക്കാനായിട്ട് നോക്കുകയാണ്. മീനാക്ഷിയും തുളസിയും ഒക്കെ തന്നെ അവൻ്റെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പ്രസന്നയോട് മുഖത്തടിച്ചതുപോലെ അനന്ത് പറയുന്നുണ്ട്, ശ്രീദേവിയെ മറക്കാനായിട്ട് എനിക്കൊരിക്കലും സാധിക്കില്ല, കാരണം അവൾ എൻ്റെ ജീവനായിരുന്നു. പ്രസന്ന ചേച്ചിക്ക് വെന്തു മരിച്ച പ്രസന്ന ചേച്ചിയുടെ മകനെ മറക്കാനായിട്ട് സാധിക്കുമോ? അതുപോലെ മീനാക്ഷിക്ക് തൻ്റെ ശരീരത്തിലെ ഒരു അവയവം മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തത് മറക്കാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്കാണെങ്കിൽ അനന്തുവിൻ്റെ ആ വാക്കുകൾക്ക് അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇല്ല. എന്തായാലും അനന്തു ശ്രീദേവിയെ മറന്ന് മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് പോകില്ല എന്നുള്ള കാര്യം തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മീനാക്ഷിക്ക് അനന്തുവിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും നല്ല അടിപൊളി നായകൻ തന്നെയാണ് എൻ്റർ ആയിരിക്കുന്നത്. അപ്പം നമ്മുടെ സീരിയൽ മറ്റൊരു വഴിത്തിരിവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡെയിലി വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ